നമ്മളൊക്കെ ഇങ്ങനെ കൊണ്ടു നിൽക്കണം അല്ലെ? നമ്മളൊക്കെ ചെണ്ട്. പിന്നെ വേറെ കുറെ എണ്ണം പറയും, അല്ലല്ല വേറെ കുറെ എണ്ണം പറയും വാക്സിന്റെ ഓപ്പോസിറ്റുള്ള ആൾക്കാര് ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെ ലാമ്പ് പറഞ്ഞ ഇങ്ങനെ. നിങ്ങളെ എനിമീസൊക്കെ ഇങ്ങനെ 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 ഇങ്ങനെയാണല്ലോ നടക്കല്. എന്താ അതൊക്കെ? ഞാൻ കളിക്കുന്നത് ഓപ്പോസിറ്റ് സബ്സ്ക്രൈബേഴ്സിന് ഇട്ടിട്ടാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാല് നേരെ ചെന്നെടുത്താൽ മതി, തലക്ക് അടിച്ചെടുത്ത് തരും. അല്ലെങ്കിൽ പറയും വാക്സിന്റെ ഫോൺ അതായോണ്ടാണ് അറിയും, അല്ലെങ്കിൽ പറയും വാക്സിൻ PC പ്ലെയർ ആണ് അറിയും, അല്ലെങ്കിൽ പറയും പാനലാണ് അറിയും, അല്ലെങ്കിൽ പറയും വാക്സിൻ ഭയങ്കര ഷോ ആണ്, അടിക്കണ കില്ല ഭയങ്കര ഷോ ആണ്. പിന്നെ പറയാം റൈസ്റ്റാറിന്റെ താഴെയാണ് ഇതുവരെ വന്നതെന്ന്. റൈസ്റ്റാറിനില്ലാത്ത കുറ്റാണ് ഇവർക്കൊക്കെ ഉണ്ടാവില്ല, മനസ്സിലായോ? ഓക്കെ, റൈസ്റ്റാർ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിരിക്കണേ, ഞാൻ റൈസ്റ്റാറിനെ കുറെ പോസ്റ്റ് ഇട്ടിരിക്കണേ. അതിനിപ്പോ എന്താ പ്രശ്നം? ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലും കൂടുതൽ അപരാധം കാണിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഓരോന്നൊന്നും പറയില്ല. എനിക്ക് കേരള കമ്മ്യൂണിറ്റിയിൽ, ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ഹെയ്റ്റ് കൂടുതലാണ്. അതിന് കാരണം എന്താ? ഞാൻ ഗെയിം പ്ലേ ഷോ കാണിക്കുന്നുണ്ട്. എടാ ഇന്നത്തെ കാലത്ത് ഗെയിം പ്ലേ സ്കില്ല് ആർക്കും വേണ്ട, കുറച്ച് കൊണ വേണം, മനസ്സിലായോ? കുറച്ച് കൊണ. അത് വെച്ചിട്ട് ഞാൻ വലിയ സ്കില്ല് പുണ്ടെന്നല്ല ഞാൻ പറയണത്. കൊണ ഉള്ളവർക്കേ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റണുള്ളൂ. എന്തിന് പറയണേ? നമ്മളാരും ഇത് കാട്ടൂല, ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ കയറി വരും ഓരോന്ന് പറഞ്ഞു കണ്ട് ഇന്നെ അങ്ങനെ ട്രിഗർ ആക്കാൻ. ഞാൻ പാവലടാ. നിങ്ങൾ പറയണ പോലെ ഇപ്പൊ ഒരുത്തം വന്ന് പറയാൻ എനിക്ക് വാക്സിനെ പോലെ വാക്സിൻ ലൈഫൊക്കെ ലൈഫ് എന്ന്. ഇന്റെ ലൈഫ് എന്ത് ലൈഫ്? ഇന്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് അറിയിട്ടാണ്. ഞാൻ മൂഞ്ചി തെറ്റി സൈഡിലൊരു മൂലൊക്കെ ഇരിക്കണ ഒരുത്തരാണ്. ഈ PC പോലും സ്വന്തമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഒരു കൊല്ലത്തിന്റെ ഫ്രണ്ട് യൂസ് ചെയ്ത് തന്ന PC ആണിത്. ആ ഒരു കൊല്ലം കഴിഞ്ഞ് അവന് കൊണ്ട് സെയിലാക്കിയേക്കാം. അവനക്ക് ഇപ്പൊ തന്നെ എന്താ ആവശ്യമുണ്ട്? ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചിരുന്നു ചിലപ്പോൾ സെയിലാക്കേണ്ടി വരുമെന്ന്. അപ്പൊ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാന്ന്. മൂലൊക്കെ വല്ല സാധനം വായിലിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഫുട്ബോളോ മൂഞ്ചി സ്ട്രീമിങ്ങിൽ വന്നപ്പോ അതാ ഇവിടെ ആവശ്യമില്ലാത്ത ഹെയ്റ്റ്. എന്തിന്? എന്ത് കണ്ടിട്ട്? ഞാൻ 2 ഷോ ഇറക്കണീനാണ് അവർക്ക് പ്രശ്നം. എടാ നിങ്ങൾ പറ സത്യസന്ധമായിട്ട് പറ. ഇവിടെ 3 ആൾക്കാരുണ്ട് എന്ത് അൺഫെയർ ആയിട്ട് കളിച്ച് വ്യൂസ് ഉണ്ടാക്കി വലിയ വലിയ സ്ഥലത്തെത്തിയ ഇത്ര വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയണല്ലേ പേരൊക്കെ. ഇവരൊക്കെ അൺഫെയർ ആയിട്ട് കളിച്ച ഗെയിം പ്ലൊക്കെ ഇട്ടിട്ട് അതിനില്ലാത്ത ഹെയ്റ്റ്. ഞാൻ ഇതിന്റെ 2 ഷോട്ട് അടിച്ച് ഞാൻ സ്കില്ലിട്ട് കണ്ട് കാണിക്കുമ്പോൾ അതിന് ഒരു പരവാസ്തപ്പുള്ള ഷോ ആണ്. ഇപ്പൊ ഈ ഷോ കൂടിയിരിക്കണ്. ഓ മറ്റേതാണ് മറിച്ചതാണ്, ഓ മറ്റവനെ താങ്ങിയെന്നാണ്, മറിച്ചവനെ താങ്ങിയെന്നാണ്. ഇന്ന കുറ്റം വരാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ, അല്ലേ? ആണ്.